എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. ഇന്ന് 2026 ജനുവരി 1 വ്യാഴാഴ്ചയാണ്. എല്ലാവരും ഇന്നലെ രാത്രി പുതുവത്സരം നന്നായി ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഭാര്യയ്ക്കും ഇപ്പോൾ പഴയതുപോലെ വലിയ ആഘോഷങ്ങളോട് താൽപ്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ നേരത്തെ തന്നെ ഉറങ്ങാൻ പോയിരുന്നു. എങ്കിലും പടക്കങ്ങളുടെ ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഉണർന്നത്. എന്റെ ഭാര്യയ്ക്ക് ഇന്നും എനിക്ക് നാളെയും ജോലിയുണ്ട്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്മകൾ നേരുന്നു. ഓരോ പുതിയ വർഷം പിറക്കുമ്പോഴും കഴിഞ്ഞുപോയ വർഷത്തെ നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എവിടെയാണ് പിഴവ് സംഭവിച്ചത്, എന്തൊക്കെയാണ് ശരിയായ രീതിയിൽ നടന്നത്, വരും വർഷം എങ്ങനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചെല്ലാം നാം ആഴത്തിൽ ചിന്തിക്കേണ്ട സമയമാണിത്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും മൂല്യമുള്ള വിവരങ്ങൾ എത്തിക്കാനാണ്. അത് കേൾക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. വിവരങ്ങൾ ശേഖരിക്കാൻ ഞാൻ ആധുനിക സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാറുണ്ട്. അതിനർത്ഥം എനിക്ക് എല്ലാ കാര്യങ്ങളിലും വലിയ അറിവുണ്ടെന്നല്ല, മറിച്ച് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കണം എന്ന ആഗ്രഹം മാത്രമാണ് എനിക്കുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വളരെ മോശമായ ചില സന്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി. ഒരാൾ എന്നെ ചീത്ത വിളിക്കുകയും എന്റെ പ്രവൃത്തികൾക്ക് തിരിച്ചടി ലഭിക്കുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ എന്റെ ഈ ബിസിനസ് യാത്രയും എന്റെ കമ്പനിയുടെ തലവനായ ആഷ് മുഫാരയിലുള്ള വിശ്വാസവും എന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ മനുഷ്യനെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വർഷങ്ങളായി ഞാൻ പല വിമർശനങ്ങളും നേരിടുന്നുണ്ട്, എങ്കിലും മറ്റുള്ളവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി ഇന്നത്തെ പ്രധാന വിഷയമായ ചിന്താപരമായ അവലോകനത്തെക്കുറിച്ച് പറയാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്വന്തം പ്രവർത്തനങ്ങളെ വിലയിരുത്തുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ പഴയ തീരുമാനങ്ങളെയും രീതികളെയും പരിശോധിക്കുന്നതിലൂടെ ഭാവിയിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാനും മികച്ച രീതിയിൽ വളരാനും നമുക്ക് സാധിക്കും. തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നതാണ് പ്രധാനം. വർഷങ്ങളായുള്ള എന്റെ ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ സംസാരിക്കണം എന്നും മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നും സ്വയം തിരുത്തിയാണ് ഞാൻ ഇന്ന് കാണുന്ന നിലയിൽ എത്തിയത്. ബിസിനസ്സിലും ഇത് തന്നെയാണ് വേണ്ടത്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകാതെ ശാന്തമായി ഇരുന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യണം. നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ കമ്പനിയുടെ തലവനും ഇതേ രീതിയിൽ തന്നെയാകണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വയം വിലയിരുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും. മുൻപ് എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് നോക്കുന്നത് വഴി ഭാവിയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. കൂടാതെ പുതിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ബിസിനസ്സിൽ പുതുമകൾ കൊണ്ടുവരാനും ഇത് നമ്മെ സഹായിക്കും. നല്ലൊരു നേതൃത്വ ഗുണം വളർത്തിയെടുക്കാൻ ഇത് അത്യാവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ നേതാക്കളാണ്. നമ്മുടെ കീഴിലുള്ള ആളുകളെ എങ്ങനെ നയിക്കണം, അവരോട് എങ്ങനെ ആശയവിനിമയം നടത്തണം എന്നതൊക്കെ നാം പഠിക്കേണ്ടതുണ്ട്. ടീമിനുള്ളിലെ ഐക്യം വർദ്ധിപ്പിക്കാനും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കാനും ഈ സ്വയം പരിശോധന ഗുണം ചെയ്യും. എങ്ങനെയാണ് ഇത് പ്രായോഗികമായി ചെയ്യേണ്ടത്? ഇതിനായി ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കണം. സമയം എന്നത് ഒരിക്കൽ പോയാൽ തിരികെ കിട്ടാത്ത ഒന്നാണ്. ആ സമയത്ത് ശാന്തമായി ഇരുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടോ, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഭാവിയിൽ ബിസിനസ് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് സ്വയം ചോദ്യങ്ങൾ ചോദിക്കണം. കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ചുവെക്കുന്നതും നല്ലതാണ്. ഇത് നിങ്ങളുടെ ശ്രദ്ധ തെറ്റാതിരിക്കാൻ സഹായിക്കും. ഓർക്കുക, വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. ഒരു നല്ല നേതാവ് തന്റെ ടീമിലെ മിടുക്കരായ ആളുകളെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും വേണം. കഠിനാധ്വാനം ചെയ്യുന്നവരെ അംഗീകരിക്കുമ്പോൾ അത് ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് വലിയ ഗുണം ചെയ്യും. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്നുകൂടി മിനുക്കിയെടുക്കുക. നമ്മുടെ കമ്പനി തലവനിൽ നിന്ന് പുതിയ വിവരങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഈ ചാനലിൽ ഞാൻ മറ്റു ചിലരുടെ വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട്, അവ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെയും ഇതുപോലെ നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. നന്ദി, വണക്കം.